2026 വർഷഫലം. അനിഴ നക്ഷത്രം പെടുന്ന വൃശ്ചിക കൂറാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. ഈ അഷ്ടമത്തിലെ വ്യാഴം ഈ 2026 ജൂൺ മാസം 9-ാം തീയതി ശേഷം നമുക്ക് വ്യാഴം കർക്കിടകത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് 9-ലാണ് വരുന്നത്, ഭാഗ്യസ്ഥാനാണ്. അത് വ്യാഴത്തിന് ഏറ്റവും ഉച്ചരാശിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ, ഇത്ര ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് എന്തൊക്കെ ദോഷങ്ങളൊക്കെയാണോ തന്നത്, രോഗാവസ്ഥ വരാം, കടങ്ങൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് 9-ലെ വ്യാഴം ഏറ്റവും നല്ല ഫലങ്ങളാണ് കിട്ടുക. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇതിൽ വലിയൊരു ഇതാണ്. ആ ജാതകപ്രകാരവും നിങ്ങൾ നന്നായി നോക്കി നിങ്ങൾക്ക് ഏതൊക്കെ അന്തർദശകളാണോ വരുന്നത്, ദശകളുടെ ഛിദ്രങ്ങളാണോ വരുന്നതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്താണെങ്കിൽ ഏറ്റവും നല്ല ഫലമാണ് വരുന്നത്. ഇവിടെ ശനിയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഭാവമാണ് വരുന്നത്. ഇപ്പോൾ 9-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴും ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് അനിഴ നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും ഇപ്പോൾ ഈ അഷ്ടമത്തിലൊക്കെ വ്യാഴം നിൽക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം വഴക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ വഴക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ദേഷ്യമായി നിൽക്കുന്നവർ പോലും നമ്മൾ കൂട്ടുകൂടാനും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിലേക്ക് പോകാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നല്ലൊരു ഫലമാണ് നമുക്ക് അനിഴ നക്ഷത്രക്കാർക്ക് വരുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്.